1950 കാലഘട്ടത്തിന് മുൻപ് ബ്രിട്ടീഷുകാരാൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന കുറെ എമിറേറ്റുകൾ ഉണ്ടായിരുന്നു. ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്നാണ് അവ അറിയപ്പെട്ടിരുന്നത്. അളവറ്റ എണ്ണ നിക്ഷേപം ഈ എമിറേറ്റുകളിൽ ഉണ്ടെന്ന് കണ്ടെത്തിയ 1950-കൾക്ക് ശേഷം ബ്രിട്ടീഷുകാരുടെ കീഴിൽ നിന്നും വിട്ട് ഈ ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് ഒരു സ്വതന്ത്ര ഫെഡറേഷനായി മാറി. എണ്ണ നിക്ഷേപത്തിന്റെ കണ്ടെത്തൽ ഈ എമിറേറ്റുകളുടെ ചരിത്രം മാറ്റിമറിച്ചു. പിന്നീടങ്ങോട്ട് വികസനത്തിലേക്കുള്ള കുതിപ്പായിരുന്നു. 1971-ൽ അബുദാബിയുടെ ഭരണാധികാരിയായിരുന്ന ഹിസൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ 6 എമിറേറ്റുകൾ ചേർന്ന് സ്വതന്ത്രമായ ഒരു ഫെഡറേഷൻ രൂപം കൊണ്ടു, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന പേരിൽ. അബുദാബി, ദുബായ്, ഷാർജ, ഫുജേറ, അജ്മാൻ, ഉമൽ ഖൊയ്ൻ എന്നിവയായിരുന്നു അവ. ഒരു വർഷത്തിനു ശേഷം 7ാമത്തെ എമിറേറ്റായി റാസൽ ഖൈമയും UAE-ക്കൊപ്പം ചേർന്നു. അതിനുശേഷം ബൃഹത്തായ വികസന പ്രവർത്തനങ്ങളിലൂടെ എമിറേറ്റുകൾ കടന്നുപോയി. 83,600 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള UAE ഇന്ന് വികസനത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മുൻപന്തിയിൽ സ്ഥാനം നേടിക്കഴിഞ്ഞു. 1971-ൽ UAE-യുടെ ഭരണാധികാരിയായി ചുമതലയേറ്റ ഹിസൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ UAE-യുടെ വികസനത്തിനും മാറ്റത്തിനും വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. തന്റെ ദീർഘവീക്ഷണത്തിലൂടെ UAE-യെ നയിച്ച അദ്ദേഹത്തെ രാഷ്ട്രപിതാവ് എന്ന പദവി നൽകിയാണ് എമിറേറ്റുകൾ ആദരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗശേഷം 10 വർഷങ്ങൾക്ക് മുൻപാണ് നിലവിലെ UAE പ്രസിഡന്റായ ഹിസൈനസ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ ചുമതലയേൽക്കുന്നത്. 10 വർഷത്തെ UAE-യുടെ ഭരണ നേട്ടങ്ങൾ താളുകളിൽ ഒതുക്കാവുന്നതല്ല. UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ ചുമതലയേറ്റെടുത്തതിന്റെ ഓർമ്മയ്ക്കായാണ് പതാക ദിനം ആചരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകം കൂടിയാണ് ഈ ദിനം. വികസന കാര്യത്തിലെ ദീർഘവീക്ഷണവും വിദേശ രാജ്യങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹായങ്ങളും സ്വദേശികളോടെന്ന പോലെ പ്രവാസികളോടും കാണിക്കുന്ന മമതയും അദ്ദേഹത്തെ ജനപ്രിയനാക്കി. അധികാരത്തിലേറി വിജയകരമായ ഒരു ദശാബ്ദക്കാലം പിന്നിടുമ്പോൾ UAE-യുടെ പ്രസിഡന്റിന് അഭിമാനിക്കാൻ നിരവധി നേട്ടങ്ങൾ. അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ വിലമതിക്കാനാവാത്തതാണ് എന്നാണ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂം അഭിപ്രായപ്പെട്ടത്. പേടിപ്പിച്ച് ഭരിക്കാൻ എളുപ്പമാണ്, പക്ഷേ സ്നേഹത്തിലൂടെ ഭരിക്കാൻ അപൂർവം നേതാക്കൾക്കേ കഴിയൂ. രാജ്യത്തിനു വേണ്ടി ഷെയ്ഖ് ഖലീഫയെയും അദ്ദേഹത്തിനു വേണ്ടി രാജ്യത്തെയും ദൈവം കാത്തുരക്ഷിക്കട്ടെയെന്ന് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരാം. ന്യൂസ് ഡെസ്ക്, റേഡിയോ മീ.